നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ചിത്ര അല്ലെങ്കിൽ ചിത്തിര നക്ഷത്രത്തെക്കുറിച്ചാണ്. ഇത് ചിത്രഗുപ്തൻ എന്ന ഒരു ദൈവത്തെ കൂടി ഈ ബന്ധപ്പെട്ടതാണ്. ചിത്രഗുപ്തൻ എന്ന് പറഞ്ഞ ദൈവം ചിത്രങ്ങളുടെ ഒരു സൂക്ഷിപ്പുകാരനായിരുന്നു. വിവിധ വർണ്ണങ്ങളുള്ള ചിത്രങ്ങളുടെ സൂക്ഷിപ്പുകാരനായി ചിത്രഗുപ്തനെ പറയുന്നുണ്ട്. ഈ ജീവജാലങ്ങളുടെ, മനുഷ്യന്റെയും മറ്റ് എല്ലാ ജീവജാലങ്ങളുടെയും ചരിത്രങ്ങൾ, സ്വഭാവങ്ങൾ, കർമ്മങ്ങൾ, ദോഷവും ഗുണവും ആയിട്ടുള്ള കർമ്മങ്ങളെല്ലാം ലോഗ് ചെയ്ത് എല്ലാം എഴുതി വെക്കുന്ന ഒരാളാണ് ചിത്രഗുപ്തൻ. എല്ലാ കാര്യങ്ങളും, വളരെ ഗോപ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചിത്രഗുപ്തൻ തൻ്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കും. അത് ഈ നമ്മുടെ അവസാനം മരണശേഷം യമധർമ്മ രാജാവിൻ്റെ മുമ്പിൽ വെക്കുന്നു. അവിടെയാണ് നമ്മുടെ വിധി വരുന്നത്. സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ എന്നത്. അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് ചിത്രഗുപ്തൻ്റെ ഈ സ്വഭാവങ്ങളെയൊക്കെ അനുസരിച്ച് രണ്ടു തരം പ്രൊഫഷൻസ് എന്തായാലും പറയാം. ഒന്ന്, നല്ല കോൺട്രാക്ട് റൈറ്റേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ നിയമം, ഒരു വിധി പറയുന്നുണ്ടല്ലോ, ചിത്രഗുപ്തൻ്റെ റെക്കോർഡുകൾ പരിശോധിച്ചാണ് ആ വിധി വരുന്നത്. അപ്പോൾ നിയമജ്ഞന്മാരാകാനും സാധ്യതയുണ്ട് ഈ നക്ഷത്രക്കാർ. ചിത്രഗുപ്തൻ്റെ സ്വഭാവത്തിനെ അടിസ്ഥാനപ്പെടുത്തി പറയുന്നതാണിത്. പിന്നെ ഈ നക്ഷത്രം തന്നെ സ്റ്റാർ ഓഫ് ബ്രൈറ്റ്നെസ്, സ്റ്റാർ ഓഫ് കളേഴ്സ്, സ്റ്റാർ ഓഫ് ക്രിയേഷൻ, സ്റ്റാർ ഓഫ് ഓപ്പർച്യൂണിറ്റി, പലതരത്തിലുള്ള വിശേഷണങ്ങളും ഈ നക്ഷത്രത്തിന് കൊടുക്കുന്നുണ്ട്. അത് പ്രധാനമായും ഈ ആർഭാടത്തിൻ്റെയും പലതരത്തിലുള്ള കളേഴ്സിൻ്റെയും ഒരു നക്ഷത്രമാണ് ചിത്ര. ഹോളിയൊക്കെ ഈ നക്ഷത്രത്തിൻ്റെ തുടക്കത്തിൽ വരുന്ന ഉത്സവമാണ്. ഇനി രണ്ടാമത് നമുക്ക് ഈ നക്ഷത്രത്തെ പറ്റി പറയുമ്പോൾ അതിൻ്റെ രാശികളെ പറ്റി പറയണം. ചിത്ര നക്ഷത്രം കന്നിരാശിയുടെ അവസാനം, ഈ നക്ഷത്രത്തിൻ്റെ 2 പാദങ്ങൾ കന്നിരാശിയിലും 2 പാദങ്ങൾ തുലാം രാശിയിലും തുല്യമായി നിൽക്കുന്ന ഒരു നക്ഷത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർക്ക് കന്നിരാശിയുടെ അധിപനായ ബുധൻ്റെയും തുലാം രാശിയുടെ അധിപനായ ശുക്രൻ്റെയും സ്വാധീനം ഒന്നിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് പലതരം സ്വഭാവ സവിശേഷതകളും ഈ നക്ഷത്രക്കാർക്ക് കാണാം. ഒപ്പം തന്നെ ഈ നക്ഷത്രത്തിൻ്റെ അധിപൻ അത് കുജനാണ്. നക്ഷത്രാധിപൻ കുജനാണ്. അതും വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു ഗ്രഹമാണ്. ഊർജ്ജസ്വലതയുടെ ഗ്രഹമാണത്. ഈ രാശി, കന്നിരാശിയുടെ രൂപം ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ നക്ഷത്രത്തെ പറ്റി പറയുമ്പോൾ അത് ഏകാന്തതയിൽ കയ്യിലൊരു നെൽക്കതിരുമേന്തി വിദൂരതയിൽ എന്തോ വളരെ അഗാധമായി ചിന്തിച്ചു നിൽക്കുന്ന അവിവാഹിതയായ ഒരു സ്ത്രീയുടെ രൂപമാണ്. അവിടെ ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ചിന്തകൾ എന്തായിരുന്നു എന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ വളരെ കാലം ഒരു ജോലിയുമില്ലാതെ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ
നക്ഷത്രക്കാർക്ക് ദോഷഫലങ്ങളുണ്ടാകും. ഒരിക്കലും അലസന്മാരായിട്ട് ഈ നക്ഷത്രക്കാർക്ക് നിന്നുകൂടാ. അപ്പോൾ ചിന്തകൾ വിപരീത ദിശയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. കുജനും ശുക്രന്റെയും ബന്ധങ്ങൾ, ബുധന്റെ ബന്ധം ഈ ജാതകത്തിൽ ഗ്രഹനില കൂടി പരിശോധിച്ച് അത് നല്ല ഒരു രൂപത്തിലല്ലെങ്കിൽ, നല്ല സ്ഥാനത്തല്ലെങ്കിൽ ദോഷ വഴികളിലേക്ക് പോകാൻ സാധ്യത കൂടുതലാണ് ഈ നക്ഷത്രക്കാർ. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കാരണം ഒരുപാട് സ്വകാര്യതകൾ കയ്യിലുണ്ടാകും, ഒന്നും പുറത്തു പറയില്ല. സ്വകാര്യതകൾ എത്രയും കാലം ഒളിച്ചു വെക്കാൻ കഴിവുള്ള ഒരു നക്ഷത്രമാണ് ചിത്രനക്ഷത്രം. അപ്പോൾ അവിടെ നമ്മൾ എപ്പോഴും ആക്റ്റീവായിട്ട് നല്ല കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ വളരെ സവിശേഷതകൾ ഉള്ള ഒരു നക്ഷത്രമാണ്. കാരണം ഇതിൻ്റെ ഡയറ്റി വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡയറ്റിയാണ്, ദൈവമാണ്. അത് ത്വഷ്ടാവ് അല്ലെങ്കിൽ വിശ്വകർമാവ് എന്ന് പറയും, ദേവന്മാരുടെ ശില്പി, ക്രിയേറ്റർ ഓഫ് ദിസ് വേൾഡ് എന്ന് തന്നെ പറയാം. എല്ലാതരം നൂതന സങ്കല്പങ്ങളുടെ ഉപജ്ഞാതാവ് അത് വിശ്വകർമാവാണ്. ലേറ്റസ്റ്റ് ടെക്നോളജി അതൊക്കെ അന്ന് വിശ്വകർമാവ് പരീക്ഷിച്ചതാണ്. ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ പറയുന്ന വിമാനം ഒക്കെ, പുഷ്പക വിമാനം നിർമ്മിച്ചത് വിശ്വകർമാവാണ്. പ്ലാസ്റ്റിക് സർജറി, അത്തരം വളരെ അഡ്വാൻസ്ഡ് DNA മനുഷ്യരൂപങ്ങളെ മാറ്റുന്ന സർജറികളൊക്കെ നടത്തുന്നത് വിശ്വകർമാവ് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ഒരു ഉദാഹരണമാണ് ഈ പണ്ട് വധൂവരന്മാര് അവർ പ്രാർത്ഥിക്കുമായിരുന്നു. വരൻ പ്രാർത്ഥിക്കും, എനിക്ക് യോജിച്ച ഒരു വധുവിനെ, ശാരീരികവും മാനസികവുമായി യോജിച്ച ഒരു വധുവിനെ എനിക്ക് ലഭിക്കണം. അതുപോലെ തന്നെ ഒരു വരനെ കിട്ടണമെന്ന് സ്ത്രീയും പ്രാർത്ഥിക്കുന്നത് വിശ്വകർമാവിനെയാണ്. അതിന് കഴിവുള്ള ഒരു ദൈവമാണ്. ലോർഡ് ഓഫ് എംബ്രിയോ എന്നുകൂടി വിശ്വകർമാവിനൊരു വിശേഷണമുണ്ട്. അതുപോലെ തന്നെ ഈ ദേവന്മാർക്കും അസുരന്മാർക്കും വേണ്ട ആയുധങ്ങൾ, പലതരത്തിലുള്ള ശക്തമായ ആയുധങ്ങൾ നിർമ്മിക്കുന്ന ഒരു ദൈവമായിരുന്നു വിശ്വകർമാവ്. ആ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിനും ഒരു ചെറിയ ചരിത്രമുണ്ട്. അത് വിശ്വകർമാവിൻ്റെ മകളെ ആണ് സൂര്യൻ കല്യാണം കഴിച്ചത്, സഞ്ജന. ഈ സഞ്ജനയ്ക്ക് സൂര്യൻ്റെ താപം സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ കുറെ കാലം പിരിഞ്ഞു നിൽക്കുന്നുണ്ട്. ഇതിൽ ക്ഷുഭിതനായ വിശ്വകർമാവ് സൂര്യൻ്റെ കുറെ ശക്തി എടുത്തു കളയുന്നു. അതൊക്കെ ഈ ഒരു നക്ഷത്രത്തിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ പറയുന്നത്. കാരണം തുലാം രാശിയിലാണ് സൂര്യൻ നീചത്തിലേക്ക് പോകുന്നത്. ഈ സൂര്യൻ്റെ ശക്തി കുറെ എടുത്ത് വിശ്വകർമാവ് ആയുധങ്ങൾ നിർമ്മിക്കുന്നു. അങ്ങനെ നിർമ്മിക്കുന്ന ആയുധങ്ങളാണ് സുദർശനവും പാശുപതാസ്ത്രവും വജ്രായുധവും ത്രിശൂലവും ഒക്കെ. ഇതൊക്കെ പല ദൈവങ്ങൾക്കായിട്ട് വിശ്വകർമാവ് ഉണ്ടാക്കി കൊടുക്കുന്നു. അതുപോലെ തന്നെ വലിയ നഗരങ്ങൾ സൃഷ്ടിക്കുന്നു. സ്വർഗം ഉണ്ടാക്കിയത് വിശ്വകർമാവാണ്. അതിശക്തനായ, അതിഭാവന സമ്പുഷ്ടനായ ഒരു ദൈവമാണ്. ആർക്കിടെക്റ്റാണ്, ഏറ്റവും നല്ലൊരു ആർക്കിടെക്റ്റാണ്. സ്കൾപ്ചറിങ് ഏറ്റവും കഴിവുണ്ടാവും. ഈ നക്ഷത്രക്കാർക്കും അതിൻ്റെ ഒരു കഴിവുകൾ ഉണ്ടാവും. അതുപോലെ ഡിസൈനിങ്, എല്ലാതരം ഡിസൈനേഴ്സും എല്ലാ ഫീൽഡിലും, മെഡിക്കലായാലും IT മേഖലകൾ ലേറ്റസ്റ്റ്, അത് വിശ്വകർമാവും ഒപ്പം തന്നെ ഈ ബുധൻ്റെയൊക്കെ സ്വാധീനം ഉള്ളത് കൊണ്ട് ഈ നക്ഷത്രക്കാർ ആ രംഗങ്ങളിലും വളരെ ശോഭിക്കും. വിശ്വകർമാവിൻ്റെ ഈ രൂപം
ഭംഗിയാക്കി കൊടുക്കുന്നതിന് മറ്റൊരു കഥയുണ്ട്. അർജുനന്റെ രണ്ടാം ഭാര്യ ചിത്രാംഗത. ചിത്രാംഗത ഒരു രാജകുമാരി, ശക്തി ഉള്ള ഒരു രാജകുമാരിയായിരുന്നു. പുരുഷ സ്വഭാവങ്ങളായിരുന്നു അധികവും. ഏറ്റവും നല്ല ആർച്ചറിയൊക്കെ അറിയുന്ന ഒരു രാജകുമാരി. അമ്പും വില്ലും ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിനുമൊക്കെ ശക്തമായ പ്രാവീണ്യമുള്ള ഒരു രാജകുമാരി. പക്ഷേ ഈ ചിത്രാംഗത അർജുനനെ കണ്ടപ്പോൾ കല്യാണം കഴിക്കാനുള്ള അതിശക്തമായ ആഗ്രഹമുണ്ടായി. പക്ഷെ സ്വയം ഒരു ബോധവുമുണ്ട്, എനിക്ക് പുരുഷ സ്വഭാവങ്ങൾ, പുരുഷ രൂപം തന്നെ ഉണ്ടോ എന്നൊരു സംശയം ചിത്രാംഗതയ്ക്കുണ്ടായിരുന്നു. അത് മാറ്റിക്കൊടുക്കാൻ വേണ്ടി, അർജുനനെ കൊണ്ട് സ്നേഹിപ്പിക്കാൻ വേണ്ടി ചിത്രാംഗത പ്രാർത്ഥിച്ചത് വിശ്വകർമാവിനെയാണ്. ആ കല്യാണം നടന്നു. അർജുനൻ അതിലൊരു കുട്ടിയും ഉണ്ടായി. ഇങ്ങനെ രൂപങ്ങൾ മാറ്റിയെടുക്കുന്നതിന് കൂടി കഴിവുള്ള, അതൊരു അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ്. അന്ന് ചെയ്തിട്ടുണ്ട്, ഇന്നത് പ്രചാരത്തിലുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങൾക്കും നമ്മൾ വളരെ ശക്തമായി നമ്മളിൽ നിലനിൽക്കുന്ന പല സ്വഭാവങ്ങളും നമ്മളിൽ കൊണ്ടുതരുന്ന ഒരു ദൈവമാണ് വിശ്വകർമാവ്. ഇനി ഈ നക്ഷത്രത്തിൻ്റെ മറ്റൊരു കാര്യം, ഇതിൻ്റെ മൃഗം ടൈഗ്രസ് ആണ്, പെൺപുലി. അതിൻ്റെ ചില സ്വഭാവങ്ങൾ ഈ നക്ഷത്രക്കാർക്കും ഉണ്ടാകും. വളരെ കളർഫുള്ളാണ് ആ മൃഗം, വളരെ കളർഫുള്ളാണ്. അതിനകത്ത് ഓരോ ഈ വരകളുണ്ട്. ഒരു ടൈഗറുടെ ആ വരകൾ മറ്റ് അതേ രൂപത്തിലുള്ള ഒരു ടൈഗർക്കും ഉണ്ടാവുകയില്ല. എല്ലാം പൂർണ്ണമായും വ്യത്യസ്തങ്ങളായിരിക്കും. അതുപോലെ തന്നെയാണ് ഈ നക്ഷത്രക്കാരും, ചിത്ര നക്ഷത്രക്കാർ. അവർ എല്ലാവരും വ്യത്യസ്തന്മാരാണ്. ഒരേ സ്വഭാവം ഇവരിൽ കാണുകയില്ല. വിവിധ സ്വഭാവങ്ങളുടെ ഉടമകളായിരിക്കും ചിത്ര നക്ഷത്രക്കാർ. ഈ ടൈഗ്രസിന്റെ സ്വഭാവം പോലെ തന്നെ ഈ ടൈഗേഴ്സിന് അച്ഛന്മാരുമായി ബന്ധമുണ്ടാവില്ല. മെയിൽ ടൈഗേഴ്സിന് ആയിട്ട് ബന്ധമില്ല. അതിനെ വളർത്തുന്നതൊക്കെ ഫീമെയിൽ ടൈഗറാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്നു, എല്ലാം പൂർണ്ണമായിട്ടും പറയരുത്. ജാതകത്തിൽ 4-ാം ഭാവവും ചന്ദ്രനും ഒക്കെ നമ്മൾ നോക്കി മാത്രമേ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കാൻ പാടുള്ളൂ. എന്നാലും ചിത്ര നക്ഷത്രക്കാർക്ക് അമ്മയുമായാണ് കൂടുതൽ ബന്ധമുണ്ടാവുക എന്നൊരു വിശ്വാസമുണ്ട്. നിങ്ങളത് മനസ്സിലാക്കിക്കൊണ്ട് ഈ കഥകൾ നമ്മളെപ്പോഴും ജാതകം നോക്കുമ്പോൾ നമ്മളെ മനസ്സിലുണ്ടാകണം. എന്നിട്ട് ജാതകത്തിലുള്ള ഗ്രഹനില കൂടി ചേർത്താണ് പ്രവചനം നടത്തേണ്ടത്. മറ്റൊരു പക്ഷി, അത് അരയന്നമാണ്. വളരെ സൗന്ദര്യം ഉള്ള ഒരു പക്ഷിയാണത്. ആ സൗന്ദര്യമൊക്കെ ചിത്ര നക്ഷത്രക്കാർക്കും നമുക്ക് കാണാം. സൗന്ദര്യത്തിൽ, കാരണം സൗന്ദര്യത്തിലൊക്കെ വളരെ വളരെ സൗന്ദര്യമുള്ള, നല്ല കണ്ണുകളും ആകാരവും ഉള്ള ആൾക്കാരായിരിക്കും ഈ ചിത്ര നക്ഷത്രക്കാർ. എവിടെ നിന്നാലും, കാരണം അവരുടെ ഡ്രസ്സിങ് വളരെ നല്ല കളർഫുൾ ഡ്രസ്സുകളായിരിക്കും അവർ ധരിക്കുക. ബ്യൂട്ടിഫുൾ ആഭരണങ്ങളായിരിക്കും ഇവർ ധരിക്കുക. കാരണം ഇവരുടെ ഈ സിമ്പിൾ അത് പേളാണ്. പേൾ അല്ലെങ്കിൽ ആഭരണം, ഇങ്ങനെ രണ്ട് പറയുന്നുണ്ട്. രണ്ടും വളരെ മനോഹരമാണ്. അത് സൃഷ്ടിക്കപ്പെടുന്നതാണ്. കലാകാരന്മാരുടെ കയ്യിലെത്തിയാൽ മാത്രമേ ഒരു ആഭരണം മനോഹരമാവുകയുള്ളൂ. അതുപോലെ തന്നെ പേൾ, പ്രക്ഷുബ്ധമായ അന്തരീക്ഷത്തിൽ നിന്നാണ് അതിൻ്റെ തുടക്കം. സമുദ്രത്തിൽ അതിശക്തമായ പ്രക്ഷുബ്ധമായ ഒരവസരം,
അപ്പോഴാണ് ഈ ഓയിസ്റ്റേഴ്സ് ഉപരിതലത്തിൽ വന്ന് പല കളികളും കളിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് ഏതെങ്കിലും ചെറിയ ചെറിയ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഇറിറ്റൻസ് ഇതിനുള്ളിൽ പ്രവേശിക്കുന്നതും അത് അവയ്ക്കൊരു പ്രശ്നമുണ്ടാക്കുന്നതും അതിനെ അതിജീവിക്കാൻ വേണ്ടി ഒരു ലേയേഴ്സ്, ഈ കാൽഷ്യം കാർബണേറ്റ്സിൻ്റെ ലേയേഴ്സ് സൃഷ്ടിച്ച് ആ ലേയേഴ്സാണ് പിന്നെ വളരെ മനോഹരവും വളരെ ഷൈനിങ്ങുമുള്ള മുത്തായി മാറുന്നത്. അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു 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 സിറ്റുവേഷൻ വരണം, ഒരു വളരെ ശക്തമായ വിപരീതമായ ഒരു സിറ്റുവേഷൻ വന്നാലാണ് അവർ അവരുടെ ശരിയായ വഴിയിലേക്ക് വരികയുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ അതിൽ വളരെയധികം ശക്തന്മാരായി മുന്നോട്ട് പോകും. ഈ വിശ്വകർമാവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആയുധ നിർമ്മാണം, വിവിധ തരം ആയുധങ്ങൾ നിർമ്മിക്കൽ, അതുപോലെ തന്നെ എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രി, ഇതൊക്കെ വിശ്വകർമാവിൻ്റെതാണ്. അപ്പോൾ അത്തരം ഫീൽഡുകളിൽ ഇവർക്ക് വളരെയധികം ശോഭിക്കാൻ സാധിക്കും. ആ രംഗങ്ങളിൽ പട്ടാളത്തിലും ഈ സാമഗ്രികൾ, യുദ്ധസാമഗ്രികൾ ഉപയോഗിക്കുന്നതിലും ഇവർ പ്രഗത്ഭന്മാരായിരിക്കും. അതുപോലെ മറ്റൊരു കാര്യം, ഈ നക്ഷത്രക്കാർക്ക് നിയമവുമായും ബന്ധമുണ്ട്. കാരണം ഇതിൻ്റെ ഒരു രൂപം, രാശിരൂപം ത്രാസാണ്. ത്രാസ് നിയമത്തെ സൂചിപ്പിക്കുന്നു. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വളരെ പ്രശസ്തന്മാരായ പ്രഗത്ഭന്മാരായ വക്കീലന്മാരും ജഡ്ജിമാരും ഒക്കെ ഈ നക്ഷത്രക്കാരിൽ ഉണ്ടാകും. അതുപോലെ തന്നെ ബിസിനസ്സിലും ഇവർ നന്നായി ശോഭിക്കാൻ സാധിക്കും. എല്ലാം കൊണ്ടും വളരെ ബുദ്ധിപരമായും സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലും എല്ലാം തന്നെ ഈ നക്ഷത്രക്കാർ വളരെ മുമ്പിലാണ്. അവർക്കുള്ള ഒരു പ്രശ്നം വിശ്വകർമാവിൻ്റെ പ്രശ്നം പോലെയാണ്. വിശ്വകർമാവിന് ഒരു സ്ട്രോങ് ഒപ്പണന്റ്, എതിരാളി ഉണ്ടായിരുന്നു, ദേവേന്ദ്രൻ. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാർക്കും ശക്തന്മാരായ ചില എതിരാളികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇവർക്ക് ലിറ്റിഗേഷൻസ് ഒക്കെ ഉണ്ടാകും. അതൊക്കെ അതിജീവിച്ച് പോകാനുള്ള കഴിവ് പൂർണ്ണമായും ഇവർക്കുണ്ടാവും. അതുകൊണ്ട് ഭയപ്പെടാനൊന്നുമില്ല. ജാതകത്തിലെ ഗ്രഹനിലകൾ കൂടി പരിശോധിച്ച് ആ സാധ്യതകൾ ഉണ്ടെങ്കിൽ നമ്മൾ അതിനൊരു പരിഹാരമാർഗം കണ്ടെത്തുവാൻ എപ്പോഴും ശ്രമിക്കുന്നത് നല്ലതാണ്. ജീവിതത്തിൽ ഈ പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ നവീനമായ ചിന്തകൾ, ആർഭാടം, ഇതൊക്കെ ആഗ്രഹിക്കുന്നത് കൊണ്ട് ചില ചിത്രനക്ഷത്രക്കാർ വീട് വിട്ടു പോവുകയോ അല്ലെങ്കിൽ വീട് ഡിമോളിഷ് ചെയ്ത് പുതിയ രീതിയിലുള്ള വീടുകൾ നിർമ്മിക്കുകയോ അങ്ങനെ ചെയ്യാൻ ഉള്ള സാധ്യതകൾ കൂടുതലാണ്. എന്തായാലും ഭാഗ്യമുള്ള നക്ഷത്രമാണ്. ഒരുപാട് ഉയർച്ചകൾ ബുദ്ധിപരമായിട്ടും ശാരീരികമായിട്ടും ശക്തന്മാരായതുകൊണ്ട് ഉയർച്ചകൾ ഇവർക്ക് എല്ലാ രംഗങ്ങളിലും ഉണ്ടാകും. തൽക്കാലം ഇത്രമാത്രം പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. അടുത്തത് ചോതി നക്ഷത്രത്തെ പറ്റി നമുക്ക് പറയാം.